ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്തി. എന്താണ് ഇപ്പോൾ പ്രതീക്ഷ? ഇതൊരു രാഷ്ട്രീയ ആശയ പോരാട്ടമാണ്. ഇത് കേവലം ഒരു സ്ഥാനത്തേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പിന് അപ്പുറത്ത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയും രക്ഷപ്പെടുത്താനുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഭരണഘടനാ സ്ഥാനത്ത് നിന്ന് ഒരു വ്യക്തിയെ പുറത്താക്കി എങ്ങനെയാണ് ഈ സർക്കാർ ഒരു ഭരണഘടനാ സ്ഥാപനത്തോട് പെരുമാറുന്നതെന്ന് ലോകത്തിന് മുമ്പാകെ വെളിവാക്കപ്പെട്ടു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ജനാധിപത്യം വീണ്ടെടുക്കാനും പാർലമെൻറ്റിൻ്റെ സാങ്ക്ടിറ്റി വീണ്ടെടുക്കാനും വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് അനുയോജ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. മറുപക്ഷത്ത് അതേസമയം BJPയുടെ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കുറേ കൂടി ഉൾവലിയുന്ന, സങ്കുചിതമാകുന്ന, പരിമിതമാകുന്ന ഒരു പ്രക്രിയയ്ക്കാണ് അവർ ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും ഫലമായിട്ടാണ് ഞങ്ങൾ ഏവർക്കും സുപരിചിതനായ ഭരണഘടനയെ സംരക്ഷിക്കാൻ കെൽപ്പുള്ള, പ്രാഗൽഭ്യമുള്ള ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഒരു ക്രോസ് വോട്ടിങ്ങിന്റെ സാധ്യത അത്തരത്തിലുള്ള BJP കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് വോട്ട് ചോരും അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ സാധ്യത കാണുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേന്ദ്രത്തിലെ ശക്തരായിട്ടുള്ള മന്ത്രിമാരുടെ അറിവോടെയും അവരുടെ ഇടപെടലോടെയും കുറേ MPമാരെ BJP പക്ഷത്തേക്ക് മറിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമം, ഒരുപാട് പ്രലോഭനങ്ങൾ അവർ നൽകുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കും, അതുകൊണ്ട് കുറേ പേരുടെ പിന്തുണ കൂടി ഞങ്ങൾക്ക് ആർജിക്കണമെന്ന രീതിയിലുള്ള ഒരുപാട് കരുനീക്കങ്ങളുണ്ട്. BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കരുനീക്കങ്ങൾ ഉണ്ടാകുന്നത് ഒരു പുതുമയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പ്രതിപക്ഷത്തിലുള്ള വോട്ടുകൾ കിട്ടും. അതുപോലെ തന്നെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടിന് അടിവരയിടാൻ പ്രാപ്തിയുള്ള കുറേ പേർ കൂടി മുമ്പോട്ട് വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഒരു സാഹചര്യത്തിൽ NDA സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. കടുത്ത RSS പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരാളാണ് ഈ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് വരുന്നത്. എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം? ദേശീയതയുടെ വിജയമായിരിക്കുമെന്നാണ് CP രാധാകൃഷ്ണൻ്റെ ഒരു പ്രതികരണം കുറച്ച് മുമ്പ് വന്നത്. അല്ല, അദ്ദേഹം അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്. നമുക്കിപ്പം വ്യക്തിപരമായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ ഞാൻ മുതിരുന്നില്ല. പക്ഷേ അതേസമയം അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യക്തിയെ NDA സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് പലരും പറഞ്ഞു, തമിഴ്നാട്ടിലെ MPമാർക്ക് DMK-ക്കൊക്കെ പ്രശ്നമാവില്ലെന്ന്. അവർക്കൊന്നും യാതൊരു സന്ദേഹവും ഉണ്ടാകില്ല. എന്താ കാരണം? കറകളഞ്ഞ RSS പ്രവർത്തകനായ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് DMK എടുത്തത്. ഇതാണ് പൊതുവെയുള്ള രാജ്യത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും, വോട്ട് അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. മാത്രമല്ല, മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇക്കുറി ഇന്ത്യ ചേരിയിലെ പാർട്ടികൾ മാത്രമല്ല, പ്രതിപക്ഷ നിരയിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടോടെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. അതായാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.